ഹായ് വ്യൂവേഴ്സ്. ഇന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ ജോലി സ്ഥലത്താണോ, എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളാണോ, കുടുംബത്തിലാണോ, എന്തുവാണെന്നറിയത്തില്ല. ഇന്നൊരു ദിവസം നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് ദേഷ്യം വരുന്ന പോലെ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങളത് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഒരു നല്ല ഒരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുള്ള എല്ലാ മുൻകരുതലുകളും അതിനുള്ള ഒരു ഒരുക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഒരു ചതിയും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്കിന്ന് ഒരു ചതിയും സംഭവിക്കാതെ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണേ. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഞാനിത് പറയാനായിട്ട് തന്നെയാണ്. ഇത് പറയാൻ നിങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഒരു ചതി നിങ്ങളുടെ മുന്നിൽ, എന്തോ ഒരു ചീറ്റിംഗ് നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. നിങ്ങളത് ഒരുപാട് ശ്രദ്ധിച്ചത് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ദിവസങ്ങൾ മുന്നോട്ടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയങ്ങളിലും പോയി അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് വരുന്ന എല്ലാ സന്തോഷങ്ങളും അത് കാരണം നിങ്ങൾക്കത് കിട്ടാതെയാവും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് ഞാൻ അത്രയ്ക്കും എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ എന്തോ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നു. അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും കേട്ടോ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ, പിന്നെ കുടുംബത്തിലാണോ അറിയുന്നവരിലാണോ ആർക്കും ഒരു ടെൻഷൻ പോലെ, ഒരുപാട് ടെൻഷനൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് അവർക്കൊരു എന്തോ ഒരു സുഖമില്ലായ്മ പോലെ ആർക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇതിൽ മിക്കവാറും വ്യക്തികൾ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളിലോട്ട് വരുന്ന ആ ഒരു വിഷമഘട്ടങ്ങളെ അത് എങ്ങനെയെങ്കിലും ഒരു സമാധാന രീതിയിൽ ചിന്തിക്കണം. ഒരുപാട് ടെൻഷൻ വരുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ച് ഭയങ്കര വിഷമത്തിലാകരുത്. അതുപോലെ ഒരുപാട് നന്മയുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സന്തോഷമുള്ള വാർത്തകൾ നിങ്ങളിലോട്ട് വരാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആരോ നിങ്ങളെ അത്രയ്ക്കും ഇതായിട്ട് അത് നിങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് വരുന്നതും. നിങ്ങളെ ലക്ഷ്യമാക്കി തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ആകണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് വരുന്നത്. നിങ്ങൾ അവരുമായിട്ട്, ആ വ്യക്തികളുമായിട്ട് മുൻപോട്ട് പോകുമ്പം ആ സിറ്റുവേഷൻ നിങ്ങൾ അതൊന്ന് നല്ലൊരു ബുദ്ധി ഉപയോഗിച്ച് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. അത് നല്ലൊരു സമാധാനമായിട്ടുള്ള ഇതിൽ പോകട്ടെ. അല്ലെങ്കിൽ അത് വലിയ വിഷയമായിട്ട് മാറും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് എന്താണെന്ന് വെച്ചാൽ ആ വാർത്ത നിങ്ങളിലെത്തും. പക്ഷെ അതിന് മുൻപുള്ള ഓരോ സിറ്റുവേഷനിൽ നിങ്ങളത് ചിന്തിച്ച് വേണം അവിടെ പോയി പെടാനും അതിൽ പോയി അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം
കൈകാര്യം ചെയ്യാൻ. ഓക്കെ, താങ്ക്സ്.